ഓക്കെ, പറ്റുന്നുണ്ടല്ലേ? സർ പറ്റുന്നു. ഓക്കെ ഓക്കെ, ശരി. ഒന്ന് റെക്കോർഡായി കിടന്നോട്ടെ, ഇല്ലാത്തവർക്കും കേൾക്കാമല്ലോ. ഓക്കെ സർ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി സീക്വൻസസ് എന്താണെന്നും സീക്വൻസസിൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സീരീസിനെ കുറിച്ചാണ്, ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 1 + 1/2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ആഡ് ചെയ്യാൻ അറിയാം. 1 + 1/2 + 1/2² അതും ആഡ് ചെയ്യാൻ അറിയാം. 1 + 1/2 + 1/2² + 1/2³ അതും ആഡ് ചെയ്യാൻ അറിയാം. ഇങ്ങനെ എക്സിട്രാ 1 + 1/2 + 1/2² + 1/2³ + എക്സിട്രാ, അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഈ ഇൻഫിനിറ്റ് സീരീസിൻ്റെ പഠനത്തിലൂടെ. ഈ ചോദ്യത്തിന് മാത്രമല്ല, ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഇൻഫിനിറ്റ് സീരീസിൻ്റെ പഠനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, ആ സം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് നമുക്ക് നോക്കാം. A1, A2, A3 എക്സിട്ര എന്ന് പറയുന്നത് നമ്പറുകളാണെങ്കിൽ A1 + A2 + A3 + എക്സിട്ര + AN + എക്സിട്ര. AN ജനറൽ ടൈമാണ്. ഈ രീതിയിൽ എഴുതുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇതിലെ AN എന്നുള്ളത് ഈ സീരീസിൻ്റെ nth ടേം ആണ് എന്ന് പറയും, nth ടേം ഓഫ് ദ സീരീസ്. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നാൽ ആ ഇൻഫിനിറ്റ് സീരീസിലെ ടേമുകൾ ഉപയോഗിച്ച് നമുക്കൊരു സീക്വൻസ്, ദ സീക്വൻസ് Sn ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് S1 എന്ന് പറയുന്നത് A1. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം S1 എന്ന് പറഞ്ഞാൽ 1, S2 എന്ന് പറഞ്ഞാൽ A1 + A2 എന്ന് പറഞ്ഞാൽ ഈ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളം 1 + 1/2. S3 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/2². അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് കിട്ടും Sn. S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം, S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ടേംസിൻ്റെ സം, S3 എന്ന് പറഞ്ഞാൽ ആ സീരീസിലെ ആദ്യത്തെ 3 ടേംസിൻ്റെ സം. ജനറലി Sn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിൻ്റെ സം. അതാണ് ഇവിടെ സിഗ്മ k = 1 to n ak എന്ന് എഴുതുന്നത്, എക്സിട്ര. അപ്പോൾ S1, S2, S3 എക്സിട്ര. ഈ സീക്വൻസിനെ വിളിക്കുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് എന്നാണ്. സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ഈ Sn-നെ nth പാർഷ്യൽ സം എന്ന് വിളിക്കും. ദ നമ്പർ Sn ബീങ് ദ nth പാർഷ്യൽ സം. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർഷ്യൽ സം, S2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർഷ്യൽ സം. സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ സീരീസിലെ ആദ്യത്തെ 2 ടേംസിൻ്റെ സം. S3 എന്ന് പറഞ്ഞാൽ തേർഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ആ സീരീസിലെ ആദ്യത്തെ 3 ടേംസിൻ്റെ സം. ജനറലി Sn എന്ന് പറഞ്ഞാൽ nth പാർഷ്യൽ സം, ആദ്യത്തെ n ടേംസിൻ്റെ സം. ഇങ്ങനെ ഈ കിട്ടുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് L എന്ന ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലിമിറ്റ് Sn എന്നത് L ആണ് എങ്കിൽ, Sn എന്ന് പറഞ്ഞ ഒരു സീക്വൻസാണ്. സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. ലിമിറ്റ് Sn എന്ന് പറയുന്നത് L എന്ന നമ്പർ ആണ് എങ്കിൽ നമ്മൾ പറയും ഈ സീരീസ് L എന്ന നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ സം, സീരീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റിനെ നമ്മൾ സം എന്നാണ് പറയുക, SUM സം. സം എന്നുള്ളത് L ആണ് എന്ന് പറയും. അപ്പോൾ A1 + A2 + A3 + എക്സിട്ര എന്ന സീരീസിൻ്റെ സം L എന്ന നമ്പർ ആണ് എന്ന് പറയണമെങ്കിൽ ഈ സീരീസിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് ആയിരിക്കണം L.
S1, S2, S3 എക്സെട്ര എന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ് ആണ് L എങ്കിൽ സീരീസിന്റെ സം L ആണ് എന്ന് നമ്മൾ പറയും. അതിന് നമ്മൾ എഴുതുക സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു L എന്ന് എഴുതും. അല്ലെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര എന്നുള്ളത് L ആണ് എന്ന് എഴുതും. അങ്ങനെ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും സീരീസ് ഡൈവേർജന്റ് ആണ് എന്ന് പറയും. അപ്പോൾ സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജന്റ് ആവണം. സീരീസ് ഡൈവേർജന്റ് ആവണമെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഡൈവേർജന്റ് ആവണം. അപ്പോൾ ഒരു സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും നിർണ്ണയിക്കുന്നത് ആ സീരീസിന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും നോക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ സീരീസിന്റെ സം കണ്ടുപിടിക്കാൻ ബേസിക്കലി സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. Is the definition okay? Yes, sir. ഇനി നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ അല്ലെങ്കിൽ 1/4 പ്ലസ് 1/8 1/16 പ്ലസ് എക്സെട്ര എന്ന സീരീസിന്റെ സം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമ്മൾ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഴുതാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് S1 എന്ന് പറഞ്ഞാൽ 1. നോക്കൂ, അതിനെ നമുക്ക് 2 - 1 എഴുതാം. ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ എഴുതുന്നത്. 1 എന്ന് പറഞ്ഞാൽ 2 - 1. S2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 ആണ്. അതായത് 2 - 1/2 ആ. 2 ആവാൻ ഇനി 1/2 കൂടി മതി. 1 പ്ലസ് 1/2 ആയി. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ 2 - 1/2 ആണ്. S3 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/4 ആണ്. അപ്പോൾ അതിനി 2 ആവാൻ ഒരു 1/4 കൂടി വേണം. അതായത് S3 എന്ന് പറഞ്ഞാൽ 2 - 1/4 ആണ്. S4 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. അതിന് 2 ആവാൻ ഒരു 1/8 കൂടി വേണം. അതായത് S4 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 ആണ്. അതിനെ നമുക്ക് 2 - 1/8 എന്ന് എഴുതാനായിട്ട് പറ്റും. ജനറലി Sn എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 n ആണ്. 2n അല്ല, 2n - 1 Sn ആവുമ്പോൾ. S3 ആവുമ്പോൾ ഇവിടെ 1/2 സ്ക്വയർ വരെയാണ്. S2 ആവുമ്പോൾ 2 വരെയാണ്. S4 ആവുമ്പോൾ 1/2³ വരെയാണ്. അപ്പൊ Sn ആവുമ്പോൾ 1/2n - 1 വരെ. അപ്പൊ അതിന്റെ കൂടെ ഒരു 1/2n - 1 കൂടി ആഡ് ചെയ്താൽ അത് 2 ആവും. അപ്പൊ ഇതിനെ നമുക്ക് 2 - 1/2n - 1 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് 2 - 1, 2 - 1/2, 2 - 1/4 എക്സെട്ര 2 - 1/2n - 1. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റിനെയാണ് സീരീസിന്റെ സം എന്ന് പറയാ. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 - 1/2n - 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n - 1 ആണ്. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n - 1 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് കിട്ടും. നോക്കുക, ഇവിടെ Sn എന്ന് പറഞ്ഞാൽ 2 - 1/2n - 1 ആണ്. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n 0 ആണ്. അതിന്റെ അർത്ഥം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n - 1 0 ആണ്. അതായത് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് Sn കൺവേർജ് ചെയ്യുന്നത് 2 എന്ന നമ്പറിലേക്കാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര എന്ന ഇൻഫിനിറ്റ് സീരീസിന്റെ സം 2 ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ മാത്രമാണ്. ഈ എക്സാമ്പിളിൽ നമുക്ക് നമ്മുടെ ഭാഗ്യവശാൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ നമുക്ക് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് എഴുതാനും അതിൻ്റെ ലിമിറ്റ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സാധിച്ചു. അങ്ങനെ ഓരോ സീരീസിലും നമുക്കതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് നമ്മൾ തുടർന്ന് ചെയ്യുക.
ഈ പ്രോബ്ലം മനസ്സിലായോ? Yes, sir. അപ്പോൾ ഇത് ഒരു നൊട്ടേഷനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. നമ്മൾ A1 + A2 + A3 + എക്സെട്ര എന്ന സീരീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നൊന്നും അറിയില്ല. അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്, കൺവേർജ് ചെയ്യുമോ ഡൈവേർജ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ കൺവേർജ് ചെയ്താലും ഡൈവേർജ് ചെയ്താലും ഒക്കെ നമ്മൾ ആ സീരീസിനെ ഇങ്ങനെയാണ് എഴുതുക: സിഗ്മ n = 1 to ∞ an, അല്ലെങ്കിൽ സിഗ്മ k = 1 to ∞ ak, അല്ലെങ്കിൽ വെറുതെ സിഗ്മ an എന്ന് മാത്രം എഴുതും. അത് ആ സീരീസിനെ സൂചിപ്പിക്കുന്നതാണ്. ആ സീരീസിന്റെ സമ്മിനെ, അഥവാ അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സം ഉണ്ടായിരിക്കും. ആ സമ്മിനെ സൂചിപ്പിക്കാനും ഇതേ സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സീരീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് ജോമെട്രിക് സീരീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ജോമെട്രിക് സീരീസ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, സീരീസ് എന്ന് പറഞ്ഞാൽ A1 + A2 + A3 + എക്സെട്ര, വേറെ A1 A2 A3 എക്സെട്ര ആർ നമ്പേഴ്സ്. ഇതിനെയാണ് സീരീസ് എന്ന് പറയാം. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ ജോമെട്രിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടാവും. ജോമെട്രിക് പ്രോഗ്രഷൻ അതുപോലെ തന്നെയാണ് ഈ ജോമെട്രിക് സീരീസ്. A + AR, എയുടെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് AR², അതായത് ARന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് എക്സെട്ര, ജനറലി AR⁻n−1 പ്ലസ് എക്സെട്ര എന്നുള്ളത്. ഇതാണ് ജോമെട്രിക് സീരീസ്. സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ്ലി മെനി ടേംസ് അല്ല, ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടാവും. ഇതിനകത്ത് എയും ആറും ഫിക്സ്ഡ് നമ്പേഴ്സ് ആയിരിക്കും. A≠0 ആയിരിക്കും, കാരണം A=0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ സീരീസിലെ എല്ലാ ടേമും 0 ആയിരിക്കും. അപ്പൊ അതിനകത്തൊരു ചർച്ച ചെയ്യാനുള്ള കാര്യം പോലും ഉണ്ടാവില്ല. ഈ R എന്നുള്ളതിനെ നമ്മൾ റേഷ്യോ എന്നാണ് പറയുക, അല്ലെങ്കിൽ കോമൺ റേഷ്യോ. ജോമെട്രിക് പ്രോഗ്രഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കോമൺ റേഷ്യോ എന്നൊക്കെ പറയും. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത 1 + 1/2 + 1/4 + എക്സെട്ര എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിൽ A എന്ന് പറയുന്നത് 1ഉം R എന്ന് പറയുന്നത് 1/2ഉമാണ്. റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ജനറലി ഒരു ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ n = 1 to ∞ AR⁻n−1 ആണ്. n = 1 കൊടുക്കുമ്പോൾ നമുക്ക് A എന്ന് കിട്ടും. n = 2 കൊടുക്കുമ്പോൾ AR, n = 3 കൊടുക്കുമ്പോൾ AR², അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ 1 + 1/2 + 1/4 + എക്സെട്ര എന്നതൊരു ജോമെട്രിക് സീരീസ് ആണ്. അതിൽ A1 ആണ്, റേഷ്യോ 1/2 ആണ്. ഇനി അഥവാ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീരീസ് നോക്കൂ. 1 - 1/3, അതായത് 1 + -1/3 എന്നാണ് അതിൻ്റെ അർത്ഥം, പ്ലസ് 1/9 -1/27 പ്ലസ് എക്സെട്ര പ്ലസ് -1/3 all⁻n−1 പ്ലസ് എക്സെട്ര. ഇതും ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതായത് A1ഉം R എന്നത് -1/3യുമാണ് ഇവിടെ. A എന്നത് 1ഉം R -1/3യുമാണ്. ഓക്കെ, ഇനി അഥവാ നമ്മുടെ കോമൺ റേഷ്യോ അല്ലെങ്കിൽ R എന്ന് പറയുന്നത് 1 ആണ് എന്നിരിക്കട്ടെ. A + AR + AR² + എക്സെട്ര എന്ന് പറയുന്ന ജോമെട്രിക് സീരീസിലെ റേഷ്യോ R എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് A + A + A + എക്സെട്ര എന്ന് വരും. അപ്പൊ അതിന്റെ nth പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിന്റെ സം. അപ്പൊ നമുക്ക് A + A + എക്സെട്ര + A, അങ്ങനെ n തവണ A വരും. അതായത് NA എന്ന് വരും. ലിമിറ്റ് n → ∞ Sn എന്ന് പറഞ്ഞാൽ ഈ A 0 അല്ല എങ്കിൽ ലിമിറ്റ് n → ∞ NA എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻഫിനിറ്റി ആവും അല്ലെങ്കിൽ -∞ ആവും. അത് എയുടെ സൈൻ എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ A പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് n → ∞ NA എന്ന് പറയുന്നത് +∞ ആവും. A എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് n → ∞ NA എന്ന് പറയുന്നത് -∞ ആവും. അപ്പൊ ഏത് കേസിലാണെങ്കിലും A 0 അല്ല എങ്കിൽ ലിമിറ്റ് n → ∞ Sn നമുക്ക് ഇൻഫിനിറ്റിയോ -∞ ആണ് എന്ന് കാണാൻ കഴിയും. അതായത് Sn എന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് കാണാൻ കഴിയും. അതായത് ഈ റേഷ്യോ 1 ആണ് എങ്കിൽ ആ സീരീസ്
ഡൈവേർജന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? Yes, sir. ഇനി അഥവാ റേഷ്യോ -1 ആണ് എന്നിരിക്കട്ടെ, റേഷ്യോ -1. അപ്പൊ നമുക്ക് നോക്കൂ, നമ്മുടെ സീരീസ് ഇങ്ങനെയാ വരിക, a പ്ലസ് -a പ്ലസ് a പ്ലസ് -a പ്ലസ് എക്സിട്ര എന്ന് വരും. അപ്പൊ അതിൽ S1 എന്ന് പറഞ്ഞാൽ a എന്ന് വരും. S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ടേംസിന്റെ സം എന്താ വരിക ഒന്ന് പറയൂ. 0. S3 എന്നാൽ പിന്നെയും a. S4 എന്നാൽ 0. അങ്ങനെ അങ്ങ് പോകും. അതായിരിക്കും അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. അപ്പോൾ A0 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 എന്ന സീക്വൻസ് ഒരിക്കലും കൺവേർജ് ചെയ്യുകയില്ല. A≠0 എന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. കാരണം ദാ ഇവിടെ ഓൾറെഡി A≠0 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R=-1 ആവുമ്പോൾ സീരീസ് ഡൈവേർജ് ചെയ്യും. കാരണം അതിൻ്റെ nth പാർഷ്യൽ സം ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ A ആൻഡ് 0 എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ സം A എന്ന് കിട്ടിയാൽ അടുത്ത പാർഷ്യൽ സം 0, പിന്നെ അടുത്ത പാർഷ്യൽ സം A, പിന്നെ അടുത്ത പാർഷ്യൽ സം 0. അതാണ് ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ A ആൻഡ് 0. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജോമെട്രിക് സീരീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റേഷ്യോ 1 ആകുമ്പോൾ ആ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റേഷ്യോ -1 ആകുമ്പോഴും ആ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതായത് മോഡുലസ് R=1 ആണെങ്കിൽ, മോഡുലസ് R=1 ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ R=1 ആവുക അല്ലെങ്കിൽ R=-1 ആവുക. അപ്പോൾ R=1 ആവുമ്പോഴും ഡൈവേർജൻ്റ് ആണ്, R=-1 ആവുമ്പോഴും ഡൈവേർജൻ്റ് ആണ്. ആ മോഡുലസ് R1 അല്ലാത്ത സന്ദർഭത്തിൽ എന്തായിരിക്കും ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് ആണ് സീരീസിന്റെ സം എന്ന് നമ്മൾ പറയുന്നത്. അതെന്തായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. nth പാർഷ്യൽ സം Sn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിന്റെ സം, അതായത് A പ്ലസ് AR പ്ലസ് AR² പ്ലസ് എക്സിട്ര പ്ലസ് AR⁻n-1. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് R×Sn ഈക്വൽ ടു AR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR പ്ലസ് AR² പ്ലസ് എക്സിട്ര AR⁻n വരെ വരും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ രണ്ട് ഇക്വേഷൻ ഒന്നിൽ നിന്ന് മറ്റൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് RSn ഫ്രം Sn. അപ്പൊ നമുക്ക് എന്ത് കാണാൻ കഴിയും? Sn മൈനസ് RSn എന്നുള്ളത് നോക്കൂ, AR ക്യാൻസൽ ചെയ്തു പോവും, AR² ക്യാൻസൽ ചെയ്തു പോവും, AR⁻n-1 ക്യാൻസൽ ചെയ്തു പോവും. ആകെ ബാക്കി ഉണ്ടാവുക A മൈനസ് AR⁻n എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ Sn കോമൺ ആയതുകൊണ്ട് Sn×1 - R എന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ A കോമൺ ആണ്, A×1 - R⁻n എന്ന് കിട്ടും. അതായത് Sn എന്നത് A×1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R എന്ന്. R≠1 ആണ്, കാരണം മോഡുലസ് R≠1 നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 1 - R കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതുവരെ മനസ്സിലായോ? Yes, sir. ഇത് നിങ്ങൾ ഈ ഫോർമുല നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഫോർമുലയാണ്. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമായിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് n ടേംസിന്റെ സം കാണാനുള്ള ഫോർമുലയാണിത്. ആ ഫോർമുല ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്കൂൾ ലെവൽ മാത്തമാറ്റിക്സ് ആണ്. ഇനിയാണ് നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് ലെവൽ മാത്തമാറ്റിക്സ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് R<1 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി R⁻n 0 ആണ്. നമ്മൾ സീക്വൻസ് പഠിച്ചപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. മോഡുലസ് R<1 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി R⁻n, അതായത് R⁻n കൺവേർജസ് ടു 0 ആണ്. അപ്പൊ ആ സന്ദർഭത്തിൽ Sn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? മോഡുലസ് R<1 ആവുമ്പോൾ നോക്കൂ, ഈ R⁻n 0യിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ A×1 - 0 ഡിവൈഡഡ് ബൈ 1 - R, അതായത് A/1 - R എന്ന് കിട്ടും. അതേസമയം മോഡുലസ് R > 1 ആണെങ്കിൽ
r⁻n ഒന്നുകിൽ ഇൻഫിനിറ്റിയിലേക്കോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ മോഡുലസ് r r⁻n ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ ജോമെട്രിക് സീരീസ് a+ar+ar² എക്സെട്ര എന്ന് പറയുന്ന ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആകണമെങ്കിൽ അതിൻ്റെ റേഷ്യോയുടെ മോഡുലസ്, അതായത് മോഡുലസ് r <1 ആയിരിക്കണം. ആ സന്ദർഭത്തിൽ ആ സീരീസിന്റെ സം എന്നത് a/1 - r ആയിരിക്കുകയും ചെയ്യും. അതിന്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതാണ് അതിന്റെ കൺക്ലൂഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ജോമെട്രിക് സീരീസ് a+ar+ar² എക്സെട്ര if the modulus of the ratio modulus r <1 ആണെങ്കിൽ ഈ ജോമെട്രിക് സീരീസ് a/1 - r കൺവേർജ് ചെയ്യും. അതിന്റെ പ്രൂഫാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് n = 1 to infinity ar⁻n - 1 എന്നാൽ a/1 - r ആയിരിക്കും. പ്രൊവൈഡഡ് മോഡ് r <1, മോഡുലസ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മോഡുലസ് r 1 ആവുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. r = 1 ആവുമ്പോഴും r = -1 ആവുമ്പോഴും ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു മോഡുലസ് r ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴും സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. അപ്പൊ ഒരു ജോമെട്രിക് സീരീസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല, ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ മറ്റൊരു മാർഗത്തിലൂടെ 1/2 + 1/2² + 1/2³ + എക്സെട്ര എന്ന സീരീസിന്റെ സം 2 ആണെന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി ഈ റിസൾട്ട് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. 1/2 + 1/4 + 1/8 + 1/16 + എക്സെട്ര എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ്. ആ ജോമെട്രിക് സീരീസിന്റെ ഫസ്റ്റ് ടേം a എന്താണ്? 1/2 ആണ്. റേഷ്യോ എന്താണ്? r എന്താണ്? പറയൂ, എന്താണ് അതിന്റെ റേഷ്യോ? 1/2 തന്നെയാണ്. റേഷ്യോയുടെ മോഡുലസ് 1/2 തന്നെയാണ്. അത് <1 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ സീരീസിന്റെ 1/2 + 1/2² + 1/2³ + എക്സെട്ര എന്നതിന്റെ സം നമ്മുടെ ഫോർമുല പ്രകാരം എന്താണ്? a/1 - r ആണ്. അതായത് 1/2 / 1 - 1/2 എന്ന് കിട്ടും. സോറി, ഞാൻ നേരത്തെ ഒരു 1 കൂടി ഉണ്ടാവൂലേ? അപ്പൊ a എന്ന് പറഞ്ഞാൽ 1 അല്ല, 1 + 1/2 ആണ് നമ്മൾ നേരത്തെ എടുത്തത്. 1/2 എടുത്താൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ ഉള്ളത് ആണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് a എന്ന് പറഞ്ഞാൽ a = 1. മോഡുലസ് r <1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 + 1/2 + 1/2² + എക്സെട്ര a/1 - r. അതായത് 1/1/2 that is equal to 2. ഒരു ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ അല്ലാതെ ആണ് എഴുതിയത്. ഓർമ്മയില്ലേ നമ്മൾ എഴുതിയത്? ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടിട്ട് ആദ്യത്തേനെ 2 - 1 പിന്നെ 2 - 1/2. അതെല്ലാം ഇപ്പോഴും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ അതൊരു ജോമെട്രിക് സീരീസ് ആണെന്നും നിങ്ങൾക്ക്. അപ്പം ഇതാണ് നമ്മൾ ഈ ജോമെട്രിക് സീരീസിന്റെ സം എന്തുകൊണ്ട് a/1 - r ആവുന്നു എന്നുള്ളതും പഠിക്കണം. ഈ ഫോർമുല പിന്നീട് പ്രോബ്ലം ചെയ്യാനും വേണം. അതായത് ഈ ഡെറിവേഷനും നിങ്ങൾ പഠിക്കണം.
പലപ്പോഴും ചോദിക്കും, ഷോ ദാറ്റ് define a geometric series and show that the geometric series converges if modulus are less than 1 and diverges if modulus are greater than or equal to 1 എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ജോമെട്രിക് സീരീസ് എന്ന് എഴുതുന്നു, എന്നിട്ട് അതിൻ്റെ SN എഴുതുന്നു, R equal to 1ഉം R equal to -1ഉം സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് SN എഴുതി RSN എഴുതി SN കണ്ടുപിടിക്കുന്നു. അത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പിന്നെ അവസാനം മോഡുലസ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n 0 ആണ്. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN a/1 - r ആണെന്ന് കിട്ടുന്നു. മോഡുലസ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ r റേസ് ടു n കൺവേർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആവും. അതായത് സീരീസ് ഡൈവേർജ് ചെയ്യും എന്ന് നമ്മൾ പറയും. Is that okay? Yes, sir. Okay. Now let us see some examples of geometric series. For geometric series with a 1/9, ratio 1/3 എന്ന് പറഞ്ഞാൽ 1/9 plus 1/27 plus 1/81 plus etc. അതായത് സിഗ്മ n equal to 1 to infinity a r raised to n minus 1. അതാണ് നമ്മുടെ geometric series. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിഗ്മ n equal to 1 to infinity a r raised to n minus 1. സിഗ്മ നൊട്ടേഷനിൽ അങ്ങനെ. ഇനി സമ്മായിട്ട് എഴുതുമ്പോൾ a plus ar plus ar square plus etc. അതാണ് നമ്മൾ ഇതാ ഇവിടെ ഈ എക്സാമ്പിളിൽ എഴുതുന്നത്. സിഗ്മ n equal to 1 to infinity 1/9 1/3 all raised to n minus 1. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ 1/9 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആണ്. സോ 1/9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. മനസ്സിലായോ? Yes, sir. ഇതാ മറ്റൊരു എക്സാമ്പിൾ. സിഗ്മ n equal to 1 to infinity minus 1 raised to n into 5 divided by 4 raised to n. അപ്പോൾ അത് പെട്ടെന്ന് ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ടേംസ് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം n equal to 1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് -5/4 എന്ന് കിട്ടും. പിന്നെ ഇത് a into r raised to n ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം -5/4 എന്ന് കിട്ടും. ഇനി n equal to 2 കൊടുക്കുമ്പോൾ 5/4² പ്ലസ് 5/4² എന്ന് വരും. പിന്നെ n equal to -3 എന്ന് കൊടുക്കുമ്പോൾ -5/4³ എന്ന് കിട്ടും. അപ്പൊ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. അതിലെ a എന്ന് പറയുന്നത് -5/4 ആണ്. r എന്ന് പറയുന്നത് എന്തായിരിക്കും? r റേഷ്യോ എന്തായിരിക്കും? -1/4 എക്സാക്ട്ലി. അപ്പൊ റേഷ്യോയുടെ മോഡുലസ് എന്തായിരിക്കും? 1/4. അത് ലെസ് ദാൻ 1 ആണ്. നോക്കൂ, ജോമെട്രിക് സീരീസിനെ സംബന്ധിച്ചിടത്തോളം റേഷ്യോയുടെ മോഡുലസ് ലെസ് ദാൻ 1 ആവുമ്പോഴാണ് അതിന്റെ സം a ഡിവൈഡഡ് ബൈ 1 മൈനസ് r എന്ന് പറയുന്നത്. അപ്പോൾ a ഇവിടെ -5/4ഉം r -1/4ഉം ആണ്. അതുകൊണ്ട് അതിന്റെ സം എന്ന് പറയുന്നത്, സോ this is a geometric series with a equal to -5/4 and r equal to -1/4. So it converges to a divided by 1 minus r. അതിന്റെ സം എന്ന് പറയുന്നത് a/1 minus r ആയിരിക്കും. അതായത് -5/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് -1/4. അതാണ് 1 + 1/4 എന്ന് വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 5/4 എന്ന് വരും. അപ്പോൾ 5/4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആകെ നമുക്ക് -1 എന്നാണ് അതിന്റെ ഉത്തരം വരിക. മനസ്സിലായോ? Yes, sir. ഇനി ഇതാ ഒരു പ്രോബ്ലം. You drop a ball from a meters above a flat surface. Each time the ball hits the surface after falling a distance h, it rebounds a distance rh, where r is positive but less than 1. Find the total distance the ball travels up and down. നമ്മളൊരു certain ഹൈറ്റിൽ നിന്ന് a മീറ്റർ ഉയരത്തിൽ നിന്ന്, ഇതാ ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. a മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ബോൾ ഇടുന്നു.
ഓരോ തവണയും ബോൾ റബ്ബർ ബോൾ ആണ് അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓരോ തവണയും ആ ബോള് തറയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് എത്ര ഉയരത്തിലാണോ, ഇപ്പൊ എച്ച് ഉയരത്തിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ വന്നതെങ്കിൽ അത് പിന്നെ റീബൗണ്ട് ചെയ്യുന്നത് RH ഉയരത്തിലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ടൈം ദ ബോൾ ഹിറ്റ്സ് ദ സർഫസ് ആഫ്റ്റർ ഫോളിങ് എ ഡിസ്റ്റൻസ് H, ഇറ്റ് റീബൗണ്ട്സ് എ ഡിസ്റ്റൻസ് RH. അവിടെ R എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണ്, പക്ഷേ ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആയിരിക്കുമല്ലോ, കാരണം മിക്കവാറും നമ്മളൊരു വല്ലാത്ത ഫോഴ്സിലൊന്നും അല്ല പന്ത് ഇടുന്നതെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ഇട്ടത് അതിനേക്കാൾ കുറവ് ഉയരത്തിലേ അത് അടുത്ത തവണ പൊന്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ശക്തി പ്രയോഗിച്ചിട്ട് ആണ് ഇടുന്നത്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതാണ് H ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോള് എത്ര ഡിസ്റ്റൻസ്, ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം അത് A ഡിസ്റ്റൻസിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഇത് A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് റീബൗണ്ട് ചെയ്യുന്നത് AR ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് റീബൗണ്ട് AR ഡിസ്റ്റൻസ് ഇങ്ങനെ ഉയരും. എന്നിട്ട് AR ഡിസ്റ്റൻസിൽ നിന്നാണ്ട് ഇവിടെ AR ആണത്. ആ AR ഡിസ്റ്റൻസിൽ നിന്ന് അത് താഴേക്ക് വരും. അപ്പൊ അത് ട്രാവൽ ചെയ്തത് ആദ്യം A ട്രാവൽ ചെയ്തു, അതാണ് കണ്ടത് ഇവിടെ. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് A പ്ലസ് പിന്നെ ദിസ് AR പ്ലസ് താഴേക്കുമുള്ള AR, അതാണ് 2AR എന്ന് വരുന്നത്. ഇനി അത് AR ഡിസ്റ്റൻസ് ഹൈറ്റിൽ നിന്നാണ് അത് വരുന്നത്. അതുകൊണ്ട് അത് റീബൗണ്ട് ചെയ്യുന്നത് AR സ്ക്വയർ ഉയരത്തിലേക്കായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ AR സ്ക്വയർ. അപ്പോൾ മുകളിലേക്ക് AR സ്ക്വയർ, താഴേക്കും AR സ്ക്വയർ, അതാണ് ഇവിടെ 2AR സ്ക്വയർ. ഇനി അത് AR സ്ക്വയർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. അപ്പൊ അത് ഇനി റീബൗണ്ട് ചെയ്യുന്നത് AR സ്ക്വയർ ഇൻറ്റു R. H ഉയരത്തിൽ നിന്ന് വന്നാൽ RH ഉയരത്തിലേക്കാണ് അത് റീബൗണ്ട് ചെയ്ത് ട്രാവൽ ചെയ്യുക. അപ്പൊ AR ക്യൂബ്, പിന്നെ താഴേക്ക് AR ക്യൂബ്, അതാണ് ഇവിടെ 2AR ക്യൂബ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? A പ്ലസ് 2AR പ്ലസ് 2AR സ്ക്വയർ പ്ലസ് 2AR ക്യൂബ് പ്ലസ് 2AR റേസ് ടു 4 പ്ലസ് എക്സിട്ര എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യത്തെ ടേം മാത്രം അങ്ങ് മാറ്റി നിർത്താം, A പ്ലസ്. ഇനി തുടർന്നുള്ളത് നോക്കൂ. ഇനി തുടർന്ന് വരുന്നതൊക്കെ ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് മനസ്സിലാക്കാം. 2AR പ്ലസ് 2AR സ്ക്വയർ പ്ലസ് 2AR ക്യൂബ് പ്ലസ് എക്സെട്ര എന്നതൊരു ജോമെട്രിക് സീരീസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം 2AR-ഉം റേഷ്യോ R-ഉമാണ്. റിമെമ്പർ, നമുക്ക് തന്നിട്ടുണ്ട് ഈ R എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പക്ഷെ 1-നേക്കാൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ മോഡുലസ് R ലെസ് ദാൻ 1 ആണ്. അതായത് ആ ജോമെട്രിക് സീരീസിന്റെ സം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 മൈനസ് റേഷ്യോ ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2AR ഡിവൈഡഡ് ബൈ 1 മൈനസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ R. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇസ് ദാറ്റ് ഓക്കെ? Yes, sir. ഇൻ പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു 6 meters ഹൈറ്റിൽ നിന്നാണ്. A ഈക്വൽ ടു 6-ഉം R എന്ന് പറയുന്നത് 2/3 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഇത് കിട്ടും. 30 meter അത് അപ്പ് ആൻഡ് ഡൗൺ അത് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഇനി ഈ റിപ്പീറ്റിംഗ് ഡെസിമൽസിനെ നമുക്ക് ഒരു റാഷണൽ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഈ കേൾക്കാലോ അല്ലേ? am I audible? Yes, sir. ഈ റിപ്പീറ്റിംഗ് ഡെസിമൽസിനെ റാഷണൽ നമ്പേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ, അതായത് P/Q, രണ്ട് ഇൻറ്റീജേഴ്സിന്റെ റേഷ്യോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ജോമെട്രിക് സീരീസിന്റെ ഐഡിയ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 5.232323 എക്സെട്ര എന്ന റിപ്പീറ്റിംഗ് ഡെസിമൽസിനെ രണ്ട് ഇൻറ്റീജേഴ്സിന്റെ റേഷ്യോ ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കൂ, ഈ 5.2323 എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലസ് 0.23 പ്ലസ് ഇങ്ങനെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ കേട്ടോ. 5 പ്ലസ് 0.23 പ്ലസ്
0.0023 പ്ലസ് 0.000023 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. അതാണ് 5.232323 എക്സെട്ര എന്ന് പറഞ്ഞാൽ. ഇനി 0.23 എന്ന് പറഞ്ഞാൽ 23 ഡിവൈഡഡ് ബൈ 100. 0.0023 എന്ന് പറഞ്ഞാൽ 23 ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ. 0.000023 എന്ന് പറഞ്ഞാൽ 23 ഡിവൈഡഡ് ബൈ 100 ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആദ്യത്തെ ടേം അങ്ങനെ തന്നെ എഴുതുക. ബാക്കി വരുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം 23/100ഉം റേഷ്യോ 23/100ഉം. 23/100 അതിന്റെ മോഡുലസ് തീർച്ചയായിട്ടും <1 ആണ്. അതുകൊണ്ട് നമുക്ക് ജോമെട്രിക് സീരീസിന്റെ സം പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 5 അവിടെ ഉണ്ട്. 5 പ്ലസ് അല്ലെങ്കിൽ അവരിങ്ങനെ 23/100 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 1/100 പ്ലസ് 1/100 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം 1ഉം എ എന്ന് പറഞ്ഞാൽ 1ഉം റേഷ്യോ 1/100 എന്നും കിട്ടും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെയായാലും ഇതൊക്കെ ബേസിക് കാൽക്കുലേഷനാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 പ്ലസ് 23/100 എ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/100 എന്ന് വരും. എ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/100. 1/100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. 1 മൈനസ് 0.01 അതാണ് ഇവിടെ 0.99. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.99 into 100 എന്ന് പറഞ്ഞാൽ 1/100 ആണ്. 100 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 23/99 എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 518 ഡിവൈഡഡ് ബൈ 99 എന്ന് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് നമുക്ക് പറ്റും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എന്താണ് ഒരു ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞു. ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നാൽ അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമുക്ക് കാണാം. S1 എന്ന് പറഞ്ഞാൽ A1, S2 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2, S3 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3. ജനറലി Sn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിന്റെ സം A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN. ആ കിട്ടുന്നതിനെയാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുക. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റിനെ സീരീസിന്റെ സം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. പിന്നെ നമ്മൾ ജോമെട്രിക് സീരീസ് എന്താണെന്ന് പറഞ്ഞു. A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലെങ്കിൽ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി AR റേസ് ടു n-1. ഇതിനെയാണ് നമ്മൾ ജോമെട്രിക് സീരീസ്. അതിൽ ഫസ്റ്റ് ടേം A, റേഷ്യോ R. ഈ റേഷ്യോയുടെ മോഡുലസ് <1 ആവുമ്പോൾ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആവും. അതിന്റെ സം എന്ന് പറയുന്നത് A ഡിവൈഡഡ് ബൈ 1 മൈനസ് R ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കാണേണ്ടായി. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Is that okay? Shall I stop? Am I audible? Okay, sir. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതിൻ്റെ പ്രോബ്ലംസും തുടർന്നുള്ള തിയറിയൊക്കെ ആയിരിക്കും നമ്മൾ ഇനി തുടർന്നൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റേതുപോലെയല്ല, നമുക്ക് ഒരു ദിവസം വന്നിട്ട് അന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറയാൻ അത്ര എളുപ്പമാവില്ല. നിങ്ങൾക്ക് സീക്വൻസ് എന്താണെന്ന് അറിഞ്ഞാൽ